ഹലോ എവ്രി വൺ, എല്ലാവർക്കും സിവിൽ എഞ്ചിനീയറിംഗ് ക്ലാസ്സസ് യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. RCC സബ്ജക്റ്റിൻ്റെ 5ാമത്തെ പാർട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സ്റ്റാർട്ട് ചെയ്യാം. In the heel slab of a cantilever retaining wall, the main reinforcement is provided at. Heel സ്ലാബിൽ വരുമ്പോൾ മെയിൻ റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കുന്നത് ടോപ്പ് ഓഫ് ദ സ്ലാബിലാണ്. എങ്ങനെയാണ് ഇത് വന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഒരു കാൻറ്റിലിവർ റീറ്റെയിനിങ് വാളിന് മെയിനായിട്ട് 3 സെക്ഷൻസ് ആണ് ഉള്ളത്. അതൊരു ഫിഗർ വഴി നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇതാണ് ഒരു കാൻറ്റിലിവർ റീറ്റെയിനിങ് വാള്. ഓക്കെ, അപ്പോൾ ഇതാണ് അതിൻ്റെ സ്റ്റെം പോർഷൻ. പിന്നെ ഉള്ളത് ഇതിൻ്റെ ടോ പോർഷനാണ്. പിന്നെ കുറച്ചും കൂടി ഒരു ലെങ്ത് കൂടിയ ഹീൽ പോർഷൻ. ഇങ്ങനെ 3 കാൻറ്റിലിവർ ബീംസ് ആയിട്ടാണ് നമ്മൾ ഒരു കാൻറ്റിലിവർ റീറ്റെയിനിങ് വാളിനെ കൺസ്ട്രക്റ്റ് ചെയ്യുന്നത്. ദിസ് ഈസ് ദി ടോ പോർഷൻ. ഇത് വന്നിട്ട് ഹീലാണ്, ദാറ്റ് ഈസ് ദ ഹീൽ ഓഫ് ദി കാൻറ്റിലിവർ റീറ്റെയിനിങ് വാൾ. ഈ പോർഷനെ നമ്മൾ സ്റ്റെം എന്ന് പറയും. ഒബിയസ്ലി വന്നിട്ട് ഈ ഒരു പോർഷനിലായിരിക്കും, അതായത് ഹീലിൻ്റെ മുകളിലായിട്ടായിരിക്കും എർത്ത് ഫില്ല് ചെയ്യുന്നത്. ഇവിടെ ആയിട്ടാണ് എർത്ത് ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ ഒബിയസ്ലി ദെയർ വിൽ ബി എർത്ത് പ്രഷർ. അപ്പോൾ എർത്ത് പ്രഷറിന് നമുക്ക് പ്രഷർ ഡയഗ്രാം വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി സംതിങ് ലൈക്ക് ദിസ്. ഇതുപോലെ ഇങ്ങനെ ഒരു ട്രയാങ്കുലർ ഫോമിലായിരിക്കും നമുക്ക് എർത്ത് പ്രഷർ കിട്ടുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഇത് എർത്ത് ഫില്ലിൻ്റെ പ്രഷറാണ് കാണിച്ചിരിക്കുന്നത്. താഴെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബേസിൽ ദെയർ വിൽ ബി ബിയറിംഗ് പ്രഷർ ഓഫ് ദി സോയിൽ. ബിയറിംഗ് പ്രഷർ, സോയിലിൻ്റെ ബിയറിംഗ് പ്രഷറും ഇതുപോലെ താഴെ ഉണ്ടാവും. അപ്പോൾ മെയിൻ റീഇൻഫോഴ്സ്മെൻ്റ് എന്ന് പറഞ്ഞാൽ തന്നെ ദാറ്റ് ഈസ് ദ ടെൻഷൻ റീഇൻഫോഴ്സ്മെൻറ്റ്. അപ്പോൾ ടെൻഷൻ റീഇൻഫോഴ്സ്മെൻറ്റ് എവിടെയാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിൻ്റെ ഡിഫ്ലക്ഷന് ഓരോ കാൻറ്റിലിവേഴ്സിനും 3 കാൻറ്റിലിവർ ആയിട്ടാണ് ഈ ടോ സ്റ്റെം ഹീൽ ഉള്ളതെന്ന് പറഞ്ഞു. അപ്പോൾ ഓരോന്നിനും എങ്ങോട്ടാണ് ഡിഫ്ലക്ഷൻ വരുന്നത് അതിനനുസരിച്ചിട്ടാണ് എവിടെ വേണം നമ്മൾ ടെൻഷൻ റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കുക എന്നത് തീരുമാനിക്കുന്നത്. അപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ ഹീലിൻ്റെ ഡിഫ്ലക്ഷൻ വന്നിട്ട് ഹീലിൻ്റെ ഡിഫ്ലക്ഷൻ വന്നിട്ട് സംതിങ് ലൈക്ക് ദിസ് ആയിരിക്കും. ഇങ്ങനെ ഒരു ഡിഫ്ലക്ഷൻ ആയിരിക്കും ഹീൽ കാണിക്കുന്നത്. ബിക്കോസ് ഓഫ് ദി എർത്ത് ഫില്ലിൻ്റെ വെയിറ്റ് കാരണം ഇങ്ങനൊരു ഡിഫ്ലക്ഷൻ ആയിരിക്കും ഹീൽ കാണിക്കാൻ സാധ്യത ഉള്ളത്. അതുപോലെ തന്നെ ടോ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബിയറിംഗ് പ്രഷർ ഇവിടെ എർത്ത് ഫില്ലില്ല. ചില കേസിൽ എർത്ത് ഫില്ല് ഉണ്ടാവും, അത് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. അപ്പോൾ ടോയുടെ ഡിഫ്ലക്ഷൻ വന്നിട്ട് ഇങ്ങനെ ആയിരിക്കും എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ സ്റ്റെം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് സോയിൽ പ്രഷർ ആക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഡിഫ്ലക്ഷൻ അപ്രോക്സിമേറ്റ്ലി ഇങ്ങനെ ആയിരിക്കും വരുന്നത്. ഓക്കെ, അപ്പോൾ 3 സെക്ഷൻ്റെയും 3 കാൻറ്റിലിവറിൻ്റെയും ഡിഫ്ലക്ഷൻ എങ്ങനെയാണ് വരുന്നതെന്ന് ഉള്ളത് നമ്മൾ മനസ്സിലാക്കി. അങ്ങനെയാണെങ്കിൽ എവിടെ ടെൻഷൻ വരും, എവിടെ കംപ്രഷൻ വരുമെന്ന് നോക്കാം. ഹീലിൻ്റെ കേസ് നോക്കിയാൽ ഈ ഒരു പോർഷനിലായിട്ടായിരിക്കും ടെൻഷൻ വരുന്നത്. അതുകൊണ്ട് ടെൻഷൻ റീഇൻഫോഴ്സ്മെൻറ്റ് ആ ഒരു പോർഷൻ എലോങ് ആയിട്ടായിരിക്കും കൊടുക്കേണ്ടത്. ദാറ്റ് ഈസ് ഇറ്റ് ഷുഡ് ബി എലോങ് ദി ടോപ്പ് ഓഫ് ദി സ്ലാബ്. ടോയുടെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കംപ്രഷനും ഈ ഒരു പോർഷനിൽ കംപ്രഷനും ഈ ഒരു പോർഷനിൽ ടെൻഷനും ആണ് വരുന്നത്. അതുകൊണ്ട് ബോട്ടത്തിലായിരിക്കണം ടെൻഷൻ റീഇൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. സ്റ്റെം എടുത്ത് നോക്കിയാൽ ഇവിടെ ടെൻഷനും ഇവിടെ കംപ്രഷനും ആണ്. അതുകൊണ്ട് ടെൻഷൻ വരുന്ന പോർഷൻ, അതായത് എർത്ത് ഫില്ലിൻ്റെ സൈഡിലുള്ള പോർഷനിലായിരിക്കണം ടെൻഷൻ റീഇൻഫോഴ്സ്മെൻറ്റ് അല്ലെങ്കിൽ മെയിൻ റീഇൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യേണ്ടത്. സോ നമുക്കൊന്ന് ജസ്റ്റ് സിമ്പിളായിട്ട് വരച്ച് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു കാൻറ്റിലിവർ റീറ്റെയിനിങ് വാൾ ഉണ്ട്. ഇതതിൻ്റെ ഹീൽ പോർഷനാണ്, ഇതതിൻ്റെ ടോ പോർഷനാണ്. ഇതിൻ്റെ റീഇൻഫോഴ്സ്മെൻറ്റ് വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഹീലിൽ വരുമ്പോൾ ടോപ്പ് ഓഫ് ദ സ്ലാബിലാണ് റീഇൻഫോഴ്സ്മെൻറ്റ് വയ്ക്കുക, അല്ലെങ്കിൽ മെയിൻ റീഇൻഫോഴ്സ്മെൻറ്റ് ടെൻഷൻ റീഇൻഫോഴ്സ്മെൻറ്റ് വയ്ക്കുക. ടോയുടെ വരുമ്പോൾ ബോട്ടത്തിലായിരിക്കും വയ്ക്കുക. സ്റ്റെമ്മിൽ വരുമ്പോൾ ടുവേർഡ്സ് ദ സോയിൽ സൈഡ്, ഇവിടെയാണ് സോയിൽ ഉള്ളത്. ഇത് സോയിലിൻ്റെ എർത്ത് പ്രഷർ ഡിസ്ട്രിബ്യൂഷനാണ് കാണിച്ചിരിക്കുന്നത്. സോ ആ ഒരു സൈഡിൽ, സോയിലുള്ള സൈഡിലായിരിക്കും അതിൻ്റെ മെയിൻ റീഇൻഫോഴ്സ്മെൻറ്റ് വരുന്നത് ഇൻ കേസ് ഓഫ് ദി സ്റ്റെം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. നെക്സ്റ്റ്, ഷ്രിങ്കേജ് ഇൻ ദ കോൺക്രീറ്റ് സ്ലാബ്. ഷ്രിങ്കേജ് കാരണം കോൺക്രീറ്റ് സ്ലാബിൽ ദെയർ വിൽ ബി ടെൻഷൻ ക്രാക്സ് ഫോമിങ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, limiting value of the depth of the neutral axis XU max divided by D for FE 500 grade steel concrete എത്രയാണെന്ന്, സ്റ്റീൽ ബാർസ് എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണിത്. XU ലിമിറ്റ് അല്ലെങ്കിൽ XU മാക്സ് ഡിവൈഡഡ് ബൈ D റേഷ്യോ ഫോർ ഡിഫറെൻറ്റ് ഗ്രേഡ്സ് ഓഫ് കോൺക്രീറ്റ്. 3 ഗ്രേഡ്സ് ഓഫ് കോൺക്രീറ്റ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. FE 250, FE 415 ആൻഡ് FE 500. FE
250 ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ റേഷ്യോ വന്നിട്ട് 0.531 ആണ് ഇൻ കേസ് ഓഫ് LSM. 415 ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി 0.479 ആണ്. അതുപോലെ തന്നെ FE 500 ആണെങ്കിൽ ഇറ്റ് ഈസ് 0.456 ആണ്. അപ്പോൾ 0.456 എന്ന് പറയുമ്പോൾ ഇറ്റ് വിൽ ബി 0.46 ആയിരിക്കും ആൻസർ ഫോർ FE 500. Next one, minimum area of the steel reinforcement in mm square to be provided in a column of size 250 mm by 600 mm. അപ്പോൾ മിനിമം റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ കേസ് വരുമ്പോൾ ഇറ്റ് ഈസ് 0.8% ഓഫ് ദി ഏരിയ ഓഫ് ദി കോളം ആണ്. ദാറ്റ് ഇസ് 0.8% ഓഫ് 250 mm by 600 mm ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 1200 mm സ്ക്വയർ ആണ്. The unsupported length of the transverse ties should not exceed dash times the diameter of the tie in two direction. ആൻസർ വരുന്നത് 16 ആണ്. അപ്പോൾ ട്രാൻസ്വേഴ്സ് ടൈ 16 ആണ് ആൻസർ വരുന്നത്. ട്രാൻസ്വേഴ്സ് ടൈയുടെ കേസ് വരുന്നത് കോളത്തിലാണ്. കോളത്തിൽ കൊടുക്കുന്ന റീഇൻഫോഴ്സ്മെൻറ്റ് ഇതുപോലെ കൊടുക്കുന്ന റീഇൻഫോഴ്സ്മെൻറ്റിന് പറയുന്ന പേരാണ് ട്രാൻസ്വേഴ്സ് ടൈസ് അല്ലെങ്കിൽ ലാറ്ററൽ ടൈസ് എന്ന് പറയും. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കോഡൽ പ്രൊവിഷൻ നമുക്കൊന്ന് നോക്കാം. പിച്ച് ആൻഡ് ദ ഡയമീറ്റർ ഓഫ് ദി ലാറ്ററൽ ടൈസ്. പിച്ച് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദി സ്പേസിങ്. ഓക്കെ, നമ്മൾ ഇതാണ് മെയിൻ റീഇൻഫോഴ്സ്മെൻറ്റ് ഓഫ് എ കോളം എങ്കിൽ ഇങ്ങനെ ഒരു ഡിസ്റ്റൻസിലാണ് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനെ പിച്ച് എന്ന് നമുക്ക് പറയാം. സർക്കുലർ റിങ്സ് ആയിരിക്കും സാധാരണയായിട്ട് കൊടുക്കുന്നത്. ഇതിനെ പിച്ച് അല്ലെങ്കിൽ അൺസപ്പോർട്ടഡ് ലെങ്ത് എന്ന് നമുക്ക് പറയാം. ദി പിച്ച് എന്ന് പറയുന്നത് ഷുഡ് നോട്ട് ബി മോർ ദാൻ ലീസ്റ്റ് ഓഫ് ദി ഫോളോയിങ്. ഈ മൂന്നെണ്ണം എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ, ദ ലീസ്റ്റ് ലാറ്ററൽ ഡയമെൻഷൻ ഓഫ് ദി കംപ്രഷൻ മെമ്പർ. കംപ്രഷൻ മെമ്പറിൻ്റെ ഏതാണ് ലീസ്റ്റ് ലാറ്ററൽ ആയിട്ടുള്ള ഡയമെൻഷൻ? അതിൻ്റെ B ആണോ അതോ അതിൻ്റെ D ആണോ, ഏതാണ്? അതിൽ കൂടാൻ പാടില്ല. 16 times that of the smallest diameter of the longitudinal bust to be tied. ഈ ലാറ്ററൽ ടൈസ് യൂസ് ചെയ്ത് ടൈ ചെയ്യുന്ന റീഇൻഫോഴ്സിങ് ബാറിൻ്റെ ഡയമീറ്ററിൻ്റെ 16 ടൈംസിൽ കൂടാൻ പാടില്ല. പിന്നെ 300 mm കൂടാനായിട്ട് പാടില്ല. മറ്റൊരു കാര്യം നോക്കിക്കഴിഞ്ഞാൽ ദ ഡയമീറ്റർ ഓഫ് ദിസ് ലാറ്ററൽ ടൈസ് ഷാൽ നോട്ട് ബി ലെസ് ദാൻ 1/4 ഓഫ് ദ ഡയമീറ്റർ ഓഫ് ദ ലാർജസ്റ്റ് ലോങ്ങിറ്റ്യൂഡിനൽ ബാർ. അപ്പോൾ മെയിൻ റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെത് 5 ആണെന്നുണ്ടെങ്കിൽ മെയിൻ റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ ഡയമീറ്റർ 5 ആണെന്നുണ്ടെങ്കിൽ 5/4 ഇത് കൂടാൻ പാടില്ല. ആൻഡ് ഇൻ നോ കേസ് ഇറ്റ് ഷുഡ് ബി ലെസ് ദാൻ 16 mm. അതായത് ഇറ്റ് ഷുഡ് ഓൾവേസ് ബി greater than it always should be greater than 16 mm. ഇതാണ് ലാറ്ററൽ ടൈസിനെ പറ്റിയിട്ട് പറയാനുള്ളത്. അപ്പോൾ ഇവിടുത്തെ ആൻസർ അൺസപ്പോർട്ടഡ് ലെങ്ത് അല്ലെങ്കിൽ പിച്ച് അല്ലെങ്കിൽ സ്പേസിംഗ് എന്ന് പറയാം. ഇറ്റ് ഷുഡ് നോട്ട് എക്സീഡ് 16 times the diameter of the tie in two direction ആണ്. Next question. The full fixity of the column may be valid only for the columns supported by. ഫുൾ ഫിക്സിറ്റി നമുക്ക് പറയാൻ പറ്റുന്നത് ഏതൊക്കെ കേസിലാണെന്നാണ് ക്വസ്റ്റ്യൻ. ആൻഡ് ഇൻഡിവിജ്വൽ ഫൂട്ടിങ് ഓൺ ദ റോക്ക് അത് ഫുൾ ഫിക്സിറ്റി ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. എത്തിക്ക് പൈലെല്ലാം കൂടി ചേർത്തിട്ട് ഫിക്സ് ചെയ്ത് ഒരു പൈൽ ക്യാപ്പ് അതിന് മുകളിൽ വെച്ചാൽ അതും കറക്റ്റാണ്. പിന്നെ റാസ്റ്റർ ഫൗണ്ടേഷൻ അതും ഫുൾ ഫിക്സിറ്റി ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഓൾ ദ എബവ് ആണ് കറക്റ്റ് ആൻസർ. Considering the concept of durability of the water tank, the minimum grade of concrete shall be. Minimum grade of concrete that is used in the water tank എന്ന് പറയുന്നത് M30 ആണ്. Method of pre-stressing concrete in which the pre-stressing steel is tensioned against the hardened concrete is called. Harden ചെയ്ത കോൺക്രീറ്റിൽ pre-stressing steel ടെൻഷൻ ചെയ്യിപ്പിക്കുന്നു. അതിന് പറയുന്നത് ഇറ്റ് ഈസ് കാൾഡ് ആസ് പോസ്റ്റ് ടെൻഷനിങ്. ഹാർഡൻഡ് ആയിട്ടുള്ള കോൺക്രീറ്റിലാണ് പ്രീസ്ട്രെസ്സിങ് സ്റ്റീലിന് പ്രീസ്ട്രെസ്സിങ് ഫോഴ്സ് കൊടുക്കുന്നത്. അപ്പം അതിങ്ങനെ പറയുന്നതിനെയാണ് പോസ്റ്റ് ടെൻഷനിങ്. അതായത് ആഫ്റ്റർ ഹാർഡനിങ് ഓഫ് ദി കോൺക്രീറ്റ് ആണ് ചെയ്യുന്നത്. അതുകൊണ്ട് പോസ്റ്റ് ടെൻഷനിങ്. ദ പെർമിസിബിൾ സ്ട്രെസ് ഇൻ ദ കംപ്രഷൻ ഓഫ് M30 കോൺക്രീറ്റ് ഇൻ ബെൻഡിങ് ആസ് പെർ IS 456/2000 ഈസ്. ദ പെർമിസിബിൾ സ്ട്രെസ് ഇൻ കംപ്രഷൻ ഫോർ M30 ഇൻ ബെൻഡിങ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ പെർമിസിബിൾ സ്ട്രെസ്സിൻ്റെ കേസിലുള്ള ഒരു ടേബിൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ ബെൻഡിങ് കംപ്രഷനിൽ വരുന്ന കേസിൽ നമ്മൾ പറഞ്ഞു ഇപ്പോൾ FCKയുടെ
ഏകദേശം 1/3 വാല്യൂ ആയിരിക്കും വരുന്നത്. അപ്പോൾ M30 ഡിവൈഡഡ് ബൈ 3 വന്നിട്ട് 10 ആണ്. ഇത് നമുക്ക് അറിയില്ലെങ്കിൽ കൂടി നമുക്ക് ആ ഒരു ടേബിൾ ഒന്ന് ഓർത്ത് നോക്കാം. ഡിഫറെൻറ്റ് ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ് M15, M20, M25, M35 അങ്ങനെ പോവും. അപ്പോൾ M15 കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന സിഗ്മ CBC, ദാറ്റ് ഈസ് ദ പെർമിസിബിൾ സ്ട്രെസ് ഇൻ കോൺക്രീറ്റ് ഇൻ ബെൻഡിങ് കംപ്രഷൻ, അതാണ് സിഗ്മ CBC എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് 5, 7 പിന്നെ എല്ലാം 1.5ൻ്റെ ഡിഫറൻസ് ആണ്. 8.5, 10, 11.5 അങ്ങനെയാണ് വരുന്നത്. അങ്ങനെ 10, 45, 50 വരെയുള്ള ഗ്രേഡ് ഓഫ് കോൺക്രീറ്റിന് വരുന്നുണ്ട്. സോ ഒരു കാര്യം ആലോചിച്ചിരുന്നാൽ മതി, FCKയുടെ അപ്രോക്സിമേറ്റ്ലി 1/3 ആയിരിക്കും പെർമിസിബിൾ സ്ട്രെസ് ഇൻ കംപ്രഷൻ ഇൻ ബെൻഡിങ്ങിൻ്റെ സമയത്ത് കംപ്രഷൻ ഉണ്ടാവുമ്പോൾ എത്രയാണ് പെർമിസിബിൾ ആയിട്ടുള്ള സ്ട്രെസ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് അപ്രോക്സിമേറ്റ്ലി FCK ഡിവൈഡ് ബൈ 3, അല്ലെങ്കിൽ ഈ ഒരു പാറ്റേണിലുള്ള ടേബിൾ ഓർത്തിരുന്നാൽ മതി. ഓൾറെഡി ഫസ്റ്റ് വീഡിയോയിൽ ഇത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. The number of days required to remove the prop of a beam having a span of 8 meter as per IS 456-2000. ഇത് നമ്മൾ കോഡൽ പ്രൊവിഷനിൽ കണ്ടതാണ്. പ്രോപ്സ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒബ്വിയസ്ലി സോഫ്റ്റ് റിമൂവ് ചെയ്യുന്നതിനേക്കാളും കുറച്ചും കൂടി കൂടുതലായിട്ടുള്ള സമയം വേണം. ബീമിൻ്റെ കേസിൽ സ്ലാബിനേക്കാളും കൂടുതൽ സമയം വേണം. 2 പ്രൊവിഷൻസ് ആണ് ഏറ്റവും ലാസ്റ്റിൽ പറഞ്ഞിരുന്നത്. ഇപ്പോൾ ബീമിൻ്റെ സ്പാൻ വന്നിട്ട് 6 മീറ്ററിനേക്കാളും കുറവാണെന്നുണ്ടെങ്കിൽ പ്രോപ്സ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് 14 ദിവസം മതിയാകും. പക്ഷേ 6 മീറ്ററിനേക്കാളും കൂടുതലാണെന്നുണ്ടെങ്കിൽ 21 ദിവസം കഴിഞ്ഞിട്ട് പ്രോപ്സ് റിമൂവ് ചെയ്യാൻ പാടുള്ളൂ. സോ 8 മീറ്റർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 6 മീറ്റർ. അതുകൊണ്ട് തന്നെ 21 ഡേയ്സ് ആണ് ആൻസർ. Normally the structures exceeding dash in length are designed with one or more expansion joints as per IS 456-2000. It is 45 meter. Which option is used to find the pitch of the lateral ties used in the RCC column as per IS 456-2000? ഇപ്പോൾ നമ്മൾ അങ്ങോട്ട് പഠിച്ചു നിർത്തിയതേ ഉള്ളൂ. ദാറ്റ് ഈസ് ദ 16 times the smallest diameter of the longitudinal bars to be tied ആണ് യൂസ് ചെയ്യേണ്ടത് ഫോർ ഫൈൻഡിങ് ദ പിച്ച് ഓഫ് ദി ലാറ്ററൽ ടൈസ്. 3 കണ്ടീഷൻസ് ആണ് നമ്മൾ പറഞ്ഞത്. ഒന്ന് 16 times ദാറ്റ് ഓഫ് ദി സ്മോളസ്റ്റ് ഡയമീറ്റർ ഓഫ് ദ ലോങ്ങിറ്റ്യൂഡിനൽ ബാർ, പിന്നെ 300 mm. അപ്പോൾ ഇതിനകത്ത് ഏതാണ് ഏറ്റവും കുറവ് അതാണ് യൂസ് ചെയ്യേണ്ടത്. The maximum diameter of the reinforcing bar permitted in the RCC slab having a depth of 140 mm as per IS 456-2000. എല്ലാം തന്നെ IS കോഡിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്, ഇറ്റ് ഈസ് ദ ഡെപ്ത് ഡിവൈഡഡ് ബൈ 8. മാക്സിമം റീഇൻഫോഴ്സ്മെൻറ്റ് ഫോർ ദ മാക്സിമം ഡയമീറ്റർ ഫോർ ദ റീഇൻഫോഴ്സ്മെൻ്റ് എന്ന് പറയുന്നത് ഷുഡ് നോട്ട് ബി ഗ്രേറ്റർ ദാൻ D ഡിവൈഡഡ് ബൈ 8. അതായിരുന്നു കോഡൽ പ്രൊവിഷൻസ്. സോ 140 ഡിവൈഡഡ് ബൈ 8 ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുക? 35 ഡിവൈഡഡ് ബൈ 2 17.5 ആണ് കിട്ടുന്നത്. അതിൽ കൂടാൻ പാടില്ല. അപ്പോൾ ഇതിനകത്ത് ഓപ്ഷനിൽ നിന്ന് ബെസ്റ്റ് സ്യൂട്ടഡ് ആയിട്ടുള്ളത് 16 mm ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ മിനിമം വാട്ടർ സിമെൻറ്റ് റേഷ്യോ റിക്വയർഡ് ഫോർ മേക്കിംഗ് കോൺക്രീറ്റ് ഈസ്. ഓൾറെഡി ഇതിൻ്റെ ടേബിൾ വൈസ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതാണ്. ഇറ്റ് 0.4. ഏറ്റവും എക്സ്ട്രീം കണ്ടീഷൻ എക്സ്പോഷർ കണ്ടീഷൻ വരുമ്പോഴാണ് ഏറ്റവും മിനിമം നമ്മൾ വാട്ടർ സിമെൻറ്റ് റേഷ്യോ യൂസ് ചെയ്യേണ്ടത്. IS 456 അനുസരിച്ചിട്ടാണെങ്കിൽ എക്സ്പോഷർ കണ്ടീഷന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന മാക്സിമം വാട്ടർ സിമെൻറ്റ് റേഷ്യോ എന്ന് പറയുന്നത് 0.4 ആണ്. അതാണ് ഏറ്റവും കുറവായിട്ടുള്ള വാട്ടർ സിമെൻറ്റ് റേഷ്യോ യൂസ് ചെയ്യേണ്ടത്. Next question, the beam section has to be redesigned if the shear stress exceeds the allowable shear stress by 4 times. 4 times allowable shear stressനേക്കാളും 4 times കൂടുതലാണ് ഒരു ബീമിൽ ഡെവലപ്പ് ചെയ്യുന്ന ഷിയർ സ്ട്രെസ് എന്നുണ്ടെങ്കിൽ ആ സെക്ഷൻ മൊത്തത്തിൽ തന്നെ റീഡിസൈൻ ചെയ്യേണ്ടതാണ്. A simply supported deep beam is considered as a deep beam if the ratio of effective span to overall depth is less than 2 ആണ്. ഓക്കെ, ഇതിൻ്റെ കോഡൽ പ്രൊവിഷൻ നമുക്കൊന്ന് നോക്കാം. ഡീപ്പ് ബീംസിൻ്റെ കേസിൽ എ ബീം ഷാൽ ബി ഡീംഡ് ടു ബി ഡീപ്ഡ് ബീം വെൻ ദ റേഷ്യോ ഓഫ് ദി എഫക്റ്റീവ് സ്പാൻ ടു ദി ഓവറോൾ ഡെപ്ത് L ഡിവൈഡഡ് ബൈ D ഈസ് ലെസ് ദാൻ 2 ഇൻ കേസ് ഓഫ് എ സിംപ്ലി സപ്പോർട്ടഡ് ബീം. ഡീപ്പ് ബീംസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡെപ്ത് എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. ഇതിപ്പോൾ B ആണ്, D ആണ്, ഡെപ്ത് കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് ലെസ് ദാൻ വന്നിരിക്കുന്നത്. സോ ലെസ് ദാൻ 2 ആണെന്നുണ്ടെങ്കിൽ
L/D റേഷ്യോ <2 ആണെന്നുണ്ടെങ്കിൽ ഇൻ കേസ് ഓഫ് എ സിംപ്ലി സപ്പോർട്ടഡ് ബീം അത് ഒരു ഡി ബീം ആയിരിക്കും. കണ്ടിന്യൂസ് ബീം ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഇസ് 2.5. ഷിയർ ടേക്കൺ ബൈ ദി ബെൻഡ് അപ്പ് ബാസ് ഈസ് ലിമിറ്റഡ് ടു. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഷിയറിൻ്റെ പ്രൊവിഷൻസ് പറഞ്ഞതാണ് ഒരിക്കലും ഒരു ബെൻഡപ്പ് ബാർസ് എടുക്കുന്ന ഷിയർ എന്ന് പറയുന്നത് ടോട്ടൽ ഷിയറിൻ്റെ പകുതിയിൽ കൂടാനായിട്ട് പാടില്ല. ബെൻഡപ്പ് ബാർസ് ഒരിക്കലും ഒറ്റയ്ക്ക് കൊടുക്കില്ല, സ്റ്റിറപ്സിനോടൊപ്പം മാത്രമേ കൊടുക്കുകയുള്ളൂ. അപ്പോൾ ബെൻഡപ്പ് ബാർസ് എടുക്കുന്ന ഷിയർ എന്ന് പറയുന്നത് ടോട്ടൽ ഷിയർ സ്ട്രെസ്സിൻ്റെ പകുതിയിൽ കൂടാൻ പാടില്ല. ദാറ്റ് ഈസ് VS/2 കൂടാൻ പാടില്ല. ഇതിൻ്റെ പ്രൊവിഷൻസ് ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതാണ്. വെയർ ദ ബെൻഡപ്പ് ബാർസ് ആർ പ്രൊവൈഡഡ് ദെയർ ഡിസ്ട്രിബ്യൂഷൻ ടുവേർഡ് ദ ഷിയർ റെസിസ്റ്റൻസ് ഷാൽ നോട്ട് ബി മോർ ദാൻ ഹാഫ് ദാറ്റ് ഓഫ് ദ ടോട്ടൽ ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ്. ഫ്ലാറ്റ് സ്ലാബ് ഈസ് സപ്പോർട്ടഡ് ഓൺ. ഫ്ലാറ്റ് സ്ലാബ് എന്ന് പറയുന്നത് മോണോലിത്തിക്കലി കോളംസിൽ സപ്പോർട്ട് ചെയ്യുന്ന സ്ലാബ്സിനെ പറയുന്ന പേരാണ് ഫ്ലാറ്റ് സ്ലാബ്. A flat slab means the reinforced concrete slab with or without drops supporting generally without beams. അതാണ് കണ്ടീഷൻ. വിത്തൗട്ട് ബീംസ് ബൈ കോളംസ് വിത്ത് ഓർ വിത്തൗട്ട് ഫ്ലെയർഡ് കോളം ഹെഡ്സ്. ഫ്ലാറ്റ് സ്ലാബിൻ്റെ ഡിഫറെൻറ്റ് കണ്ടീഷൻസ് ആണ് തന്നിരിക്കുന്നത്. ഇതാണ് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഫ്ലാറ്റ് സ്ലാബ്. അതായത് ഇത് ഒരു സ്ലാബ് മൊത്തവുമായിട്ട് കോളംസിൽ തന്നെ സപ്പോർട്ട് ചെയ്ത് നിർത്തുന്നത്. ഇതിനാണ് ഒരു ഫ്ലാറ്റ് സ്ലാബ് എന്ന് പറയുന്നത്. പിന്നെ കോളത്തിന് തന്നെ ഡ്രോപ്പ് പാനൽസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അതായത് കുറച്ചും കൂടി കൂടുതൽ രീതിയിൽ സ്ട്രെസ്സ് നമുക്ക് എടുക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഡ്രോപ്പ് പാനൽസ് കുറച്ച് എൻലാർജ്ഡ് ആയിട്ടുള്ള ഏരിയ നമുക്ക് കൊടുക്കാൻ പറ്റും. ഡ്രോപ്പ് പാനൽസ് അല്ലെന്നുണ്ടെങ്കിൽ ചില സമയത്ത് കോളം ഹെഡ്സ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. എന്തായാലും സ്ലാബ് ദാറ്റ് ഇസ് സപ്പോർട്ടഡ് ഒൺലി ഓൺ കോളംസ്, ബീംസ് ഇല്ലാതെ കോളംസിൽ മാത്രം സപ്പോർട്ട് ചെയ്ത് നിർത്തുന്നതിനെ പറയുന്ന പേരാണ് ഫ്ലാറ്റ് സ്ലാബ്. Which among the following condition a T-beam becomes identical to a rectangular beam with width equal to that of the flange? ഒരു T-beam ഒരു റെക്റ്റാങ്കുലർ ബീം ആയിട്ട് ആക്ട് ചെയ്യും, അല്ലെങ്കിൽ അതിൻ്റെ ഡിസൈൻ വന്നിട്ട് ഒരു റെക്റ്റാങ്കുലർ ബീമിൻ്റേതാകും എന്ന കണ്ടീഷൻ വരുന്നത്. ഇതാണ് നമ്മുടെ ഒരു T-beam എന്ന് വിചാരിക്കുക. T-beamൻ്റെ ന്യൂട്രൽ ആക്സിസ് ഈ ഒരു ഫ്ലാഞ്ച് പോർഷന് ഉള്ളിലാണെന്നുണ്ടെങ്കിൽ ഇതിനെ നമ്മളൊരു റെക്റ്റാങ്കുലർ ബീമായിട്ട് കൺസിഡർ ചെയ്യും. ദാറ്റ് ഈസ് ദ ന്യൂട്രൽ ആക്സിസ് റിമൈൻസ് വിത്തിൻ ദി ഫ്ലാഞ്ച് ആണ് കറക്റ്റ് ആൻസർ. ഇപ്പോൾ നെക്സ്റ്റ് ഒരു T-beam നമുക്ക് വരയ്ക്കാം. ഇതിൻ്റെ ന്യൂട്രൽ ആക്സിസ് വന്നിട്ട് ഇതിൻ്റെ വെബ് പോർഷനിലാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഇതൊരു എക്സാക്റ്റ് T-beam ആയിട്ട് ആക്ട് ചെയ്യും. ഈ ഒരു കണ്ടീഷനിൽ നമ്മൾ ഇതിനെ ഒരു റെക്റ്റാങ്കുലർ ബീമായിട്ട് കൺസിഡർ ചെയ്താൽ മതി. അങ്ങനെയുള്ള ഡിസൈൻ പ്രൊവൈഡ് ചെയ്താൽ മതി. Next question. In which of the following types of concrete beam section failure will occur all of a sudden? ഓവർ റീഇൻഫോഴ്സ്ഡ് ആയിട്ടുള്ള സെക്ഷൻസിലാണ് ഫെയിലിയർ പെട്ടെന്ന് നടക്കുന്നത്. നമ്മൾ പറഞ്ഞു ഓവർ റീഇൻഫോഴ്സ്ഡ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ ആദ്യമേ ഫെയിൽ ആവുന്നത് കോൺക്രീറ്റ് ആയിരിക്കും. അതായത് ബ്രിട്ടിൽ ആയിട്ടുള്ള ഒരു ഫെയിലിയർ ആയിരിക്കും ഉണ്ടാകുന്നത്. അതിന് വാണിംഗ് ഒന്നും കിട്ടില്ല, പെട്ടെന്നുണ്ടാകുന്ന ഫെയിലിയർ ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ വിച്ച് കണ്ടീഷൻ ഡബ്ലി റീഇൻഫോഴ്സ്ഡ് ബീം ഈസ് യൂസ്ഡ്? ഡബ്ലി റീഇൻഫോഴ്സ്ഡ് ബീംസ് യൂസ് ചെയ്യാനുള്ള രണ്ട് കണ്ടീഷനാണ്. അതായത് MU ലിമിറ്റിനേക്കാളും കൂടുതലാണ് ദ ഡെവലപ്ഡ് അൾട്ടിമേറ്റ് ബെൻഡിങ് മൊമെൻറ്റ് ഇൻ ദ ബീം വരുന്നത്. ആ ഒരു കണ്ടീഷനിൽ നമുക്ക് ഡബ്ലി റീഇൻഫോഴ്സ്ഡ് ബീംസിനെ യൂസ് ചെയ്യാം. രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഓൾറെഡി സൈസ് സ്പെസിഫൈഡ് ആണ്, ഈ ഒരു സൈസിൽ ബീം ചെയ്യാവൂ എന്നുള്ളത് സ്പെസിഫൈഡ് ആണെന്നുണ്ടെങ്കിൽ ആ ഒരു കണ്ടീഷനിൽ നമ്മൾ ഡബ്ലി റീഇൻഫോഴ്സ്ഡ് ആയിട്ടുള്ള ബീംസ് യൂസ് ചെയ്യാറുണ്ട്. ദാറ്റ് ഈസ് ദ ഡെപ്ത് ആൻഡ് ദ ബ്രെഡ്ത്ത് ഓഫ് ദി ബീം ഹാസ് ടു ബി റെസ്ട്രിക്റ്റഡ് ഇൻ സൈസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A rectangular RCC beam 230 mm wide and 550 mm effective depth is reinforced with 3 number of 16 mm diameter bars, M20 grade concrete and Fe415 grade steel is used. The beam section is over reinforced. അപ്പോൾ ഇത് എങ്ങനെയാണ് വന്നതെന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ ഒരു സെക്ഷൻ അത് അണ്ടർ റീഇൻഫോഴ്സ്ഡ് ആണോ ഓവർ റീഇൻഫോഴ്സ്ഡ് ആണോ ബാലൻസ്ഡ് സെക്ഷൻ ആണോ എന്നുള്ളത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് വി ഹാവ് ടു ചെക്ക് ദ XU അതുപോലെ XU ലിമിറ്റും കണ്ടുപിടിക്കണം. XU ലിമിറ്റും കണ്ടുപിടിക്കണം. അപ്പോൾ ഇത് തമ്മിലുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത് ഇഫ് XU ഈസ് ഗ്രേറ്റർ ദാൻ XU ലിമിറ്റ് ആണെന്നുണ്ടെങ്കിൽ ഓവർ റീഇൻഫോഴ്സ്ഡ്, XU ലെസ് ദാൻ XU ലിമിറ്റ് ആണെന്നുണ്ടെങ്കിൽ അണ്ടർ റീഇൻഫോഴ്സ്ഡ്, XU ഈക്വൽ ടു XU ലിമിറ്റ് ആണെന്നുണ്ടെങ്കിൽ ഇതിനെ നമുക്ക് ബാലൻസ്ഡ് സെക്ഷൻ ആണെന്ന് പറയാം. അപ്പോൾ XUവിൻ്റെ വാല്യൂ ആദ്യം കണ്ടുപിടിക്കണം, അതുപോലെ XU ലിമിറ്റും കണ്ടുപിടിക്കണം. അപ്പോൾ XU ലിമിറ്റ് നമുക്കൊന്ന് നോക്കാം. XU
ലിമിറ്റ് തന്നിരിക്കുന്നത് വന്നിട്ട് FE415 ആണ്. അതുകൊണ്ട് ഇത് 0.479 ടൈംസ് ദാറ്റ് ഓഫ് ദി ഡി അല്ലെങ്കിൽ എഫക്റ്റീവ് ഡെപ്ത് ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 263.45 ആണ്. ഒന്ന് ചെയ്ത് നോക്കുക. 263.45 mm ആണ് വരുന്നത്. ഇനി XU കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് XU is equal to 0.87 FYAST divided by 0.36 FCKB ആണ് equation for finding the XU അല്ലെങ്കിൽ actual depth of the neutral axis. Actual depth of the neutral axis നമുക്ക് കിട്ടുന്നത് 131.5 ആണ്. 5 mm എന്നുള്ളതാണ് കിട്ടുന്നത്. If the XU here is less than XU limit ആണ്. അതുകൊണ്ട് തന്നെ ഇതൊരു അണ്ടർ റെയിൻഫോഴ്സ്ഡ് സെക്ഷൻ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. സോ ഇതൊരു ആൻസർ അണ്ടർ റെയിൻഫോഴ്സ്ഡ് സെക്ഷൻ ആണ്. അപ്പോൾ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയേക്കുക. അണ്ടർ റെയിൻഫോഴ്സ്ഡ് സെക്ഷൻ ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ ദ ഡിസൈൻ ഓഫ് RCC water tank, the allowable bending tensile stress for M25 concrete it is 1.8. ഇതിനൊരു ടേബിൾ ഉണ്ട്. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം അതിനെ പറ്റിയിട്ട്. ദ മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് ഇൻ ദ സ്റ്റെം ഓഫ് എ cantilever retaining wall will be at the base of the stem. സ്റ്റെമ്മിൻ്റെ ബേസിലായിരിക്കും ഏറ്റവും മാക്സിമം ആയിട്ടുള്ള ബെൻഡിങ് മൊമെൻറ്റ് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ എ പ്രീസ്ട്രെസ്ഡ് കോൺക്രീറ്റ് beam of span 6 meter and section 300 mm by 500 mm, the pre-stressing tendons are located along the longitudinal centroidal axis with an effective pre-stressing force of 900 km. If the beam is subjected to a uniformly distributed load of 15 kN per meter, which includes the self weight of the beam, the top and the bottom extreme fiber stresses in the concrete at the mid span is respectively. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന കേസ് വെച്ചിട്ട് നമുക്ക് ഫിഗർ ഒന്ന് വരച്ചു നോക്കാം. അപ്പോൾ ഒരു ബീമുണ്ട്, പ്രീസ്ട്രെസ്സിങ് ബീമിൻ്റെ ലോഞ്ചിറ്റ്യൂഡിനൽ ആക്സിസിന് എലോങ് ആയിട്ടാണ് പ്രീസ്ട്രെസ്സിങ് ടെൻഡൻ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് വന്നിരിക്കുന്ന പ്രീസ്ട്രെസ്സിങ് ഫോഴ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 900 kilonewton മീറ്റർ ആണ്. ഇതിനകത്ത് UDL യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് ഉണ്ട് ഈ ബീമിൽ, ദാറ്റ് ഈസ് 15 kN per meter. അപ്പോൾ രണ്ട് സ്ട്രെസ്സസ് ആണ് ഈ ഒരു സെക്ഷനിൽ വരാൻ പോകുന്നത്. ഒന്ന് മൊമെൻറ്റ് M കാരണം ഉണ്ടാവുന്നത്, ആ മൊമെൻ്റ് എന്ന് പറയുന്നത് എത്രയാണെന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കണം. പിന്നൊന്ന് പ്രീസ്ട്രെസ്സിങ് ഫോഴ്സ് ആയിട്ടുള്ള P കാരണം ഉണ്ടാവുന്നത്. രണ്ട് സ്ട്രെസ്സസ് ആണ് ഈ ഒരു കണ്ടീഷനിൽ വരുന്നത്. അപ്പോൾ നമുക്കതിനെ ഒന്ന് അനലൈസ് ചെയ്യാം. ഇതാണ് നമ്മുടെ സെക്ഷനിൽ ഇവിടെ നടുക്കായിട്ടാണ് വരുന്നത്, നടുക്കായിട്ടാണ് പ്രീസ്ട്രെസ്സിങ് ഫോഴ്സ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ സ്ട്രെസ്സ് വന്നിട്ട് ഇറ്റ് ഈസ് പോസിറ്റീവ് P ഡിവൈഡഡ് ബൈ A ആണ്. ഫസ്റ്റ് P എന്ന് പറയുന്നത് ദാറ്റ് ഈസ് 900, ഏരിയ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഏരിയ ഓഫ് ദി സെക്ഷൻ. നെക്സ്റ്റ് എന്ന് പറയുന്നത് മൊമെൻ്റ് ആണ്. മൊമെൻ്റ് എത്രയാണ് അറ്റ് ദ മിഡ് സ്പാനിൽ വരുമ്പോൾ WL² ഡിവൈഡഡ് ബൈ 8 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 900 മൾട്ടിപ്ലൈഡ് ബൈ 6² ഡിവൈഡഡ് ബൈ 8. ഇറ്റ് ഈസ് വന്നിട്ട് നമുക്ക് എത്രയാണെന്ന് വെച്ചാൽ അതൊന്ന് കണ്ടുപിടിച്ചോളൂ. ഞാൻ കാൽക്കുലേറ്റ് ചെയ്തിട്ടില്ല, അതൊന്ന് കണ്ടുപിടിച്ചോളൂ. അപ്പോൾ ഫസ്റ്റ് മൊമെൻ്റ് നമുക്ക് കിട്ടി. പിന്നെ ലോഡ് കാരണം ഉണ്ടാവുന്ന പ്രീസ്ട്രെസ്സിങ് ഫോഴ്സ് കാരണം ഉണ്ടാവുന്ന സ്ട്രെസ്സ് നമുക്ക് കിട്ടി. ഇനി ഈ ഒരു മൊമെൻ്റ് കാരണം ഉണ്ടാവുന്ന സ്ട്രെസ് എന്ന് പറയുന്നത് സ്ട്രെസ് F ആണെന്നുണ്ടെങ്കിൽ F ഇസ് ഈക്വൽ ടു M ഡിവൈഡഡ് ബൈ EZ ആയിരിക്കും. ഈ M ഡിവൈഡഡ് ബൈ EZൽ ടോപ്പിൽ വന്നിട്ട് കംപ്രഷനും ന്യൂട്രൽ ആക്സിസിന് താഴെ വന്നിട്ട് ഇറ്റ് വിൽ ബി നെഗറ്റീവും ആയിരിക്കും. അപ്പോൾ ടോപ്പിൽ വരുമ്പോൾ ഇറ്റ് വിൽ ബി M/EZ പ്ലസ് M/EZ, താഴെ വരുമ്പോൾ ഇറ്റ് ഈസ് മൈനസ് M ഡിവൈഡഡ് ബൈ EZ ആയിരിക്കും. അപ്പോൾ M ഡിവൈഡഡ് ബൈ EZ നമ്മൾ ചെയ്യുമ്പോൾ കിട്ടുന്നത് ഇറ്റ് ഇസ് 5.4 ആണ് കിട്ടുന്നത്. ഓക്കെ, ഇനി അടുത്തത് ടോപ്പ് റീഇൻഫോഴ്സ്മെൻറ്റ്. ടോപ്പ് ഫൈബറിലും ബോട്ടം ഫൈബറിലും എത്രയൊക്കെയാണ് ടെൻഷനും കംപ്രഷനും വരുന്നത്
എന്നൊന്ന് നോക്കാം. ടെൻഷൻ സ്ട്രെസ്സും കംപ്രഷൻ സ്ട്രെസ്സും വരുന്നതെന്ന് നമുക്ക് നോക്കാം. ടോപ്പിൽ വരുമ്പോൾ ഇറ്റ് ഈസ് ഓൾ പോസിറ്റീവ്, ദാറ്റ് ഈസ് PA പ്ലസ് M ഡിവൈഡഡ് ബൈ Z ആണ് വരുന്നത്. ബോട്ടത്തിൽ വരുമ്പോൾ ഇറ്റ് ഈസ് P/A മൈനസ് M ഡിവൈഡഡ് ബൈ Z ആണ് വരുന്നത്. ബോട്ടത്തിൽ വരുമ്പോൾ P ഡിവൈഡഡ് ബൈ മൈനസ് M/Z ആണ് വരുന്നത്. P ഡിവൈഡഡ് ബൈ A ചെയ്തപ്പോൾ ദാറ്റ് ഇസ് 900 ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് ദ സെക്ഷൻ ചെയ്തപ്പോൾ വി ഗെറ്റ് ഇറ്റ് ആസ് 6. M/Z ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് ഇറ്റ് വാസ് 5.4, സോ ഇറ്റ് ഈസ് 11.4 ആയിരിക്കും. ഹിയർ 6 മൈനസ് 5.4 ദാറ്റ് ഈസ് ഈക്വൽ ടു 0.6 ആയിരിക്കും. സോ ഇതാണ് ആൻസർ. A floor slab supported directly on columns are called, already കണ്ടതാണ്, it is called as a flat slab. The minimum period before striking the soffit formwork to the സ്ലാബിൻ്റെ സോഫിറ്റ് റിമൂവ് ചെയ്യാനുള്ള മിനിമം ടൈം എന്ന് പറയുന്നത് 3 days ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ മെഷർ ഓഫ് ദ ഡൈനാമിക് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് ദി കോൺക്രീറ്റ്? ഓൾറെഡി നമ്മുടെ ചാനലിൽ RCCയുടെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഡൈനാമിക് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് ഇനിഷ്യൽ ടാൻജൻറ്റ് മോഡുലസ് ആണ്. സീക്കൻഡ് മോഡുലസിനെയാണ് സ്റ്റാറ്റിക് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് എ പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ ഫോർ ദ സ്ട്രെങ്ത് ഓഫ് ദ കോൺക്രീറ്റ് ഫോർ ദ സർവീസബിലിറ്റി ലിമിറ്റ് സ്റ്റേറ്റ് ഈസ്. സ്ട്രെങ്ത് ഓഫ് ദ കോൺക്രീറ്റ് സർവീസബിലിറ്റി കണ്ടീഷനിലാണെങ്കിൽ ഇറ്റ് ഈസ് 1 ആണ്, ഓൾവേസ് 1 ആയിരിക്കും. വെൻ ദ റീഇൻഫോഴ്സ്മെൻറ്റ് ബാർസ് ഈസ് പ്ലേസ്ഡ് ഷോർട്ട് ഓഫ് ദിയർ റിക്വയർഡ് ലെങ്ത്, ആവശ്യത്തിന് ലെങ്ത് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്നത് ഒരു എൻഡ് ഒരു റീഇൻഫോഴ്സ്മെൻറ്റും മറ്റൊരു റീഇൻഫോഴ്സ്മെൻറ്റും കൂടി ചേർത്തിട്ട് വി വിൽ ഫോം സ്പ്ലൈസസ്. ഇതിന് പറയുന്ന പേരാണ് സ്പ്ലൈസസ്. Next question, the ultimate moment of resistance of LSM by LSM for a beam with B equal to 300 mm, D is equal to 550 mm, M20 concrete, the reinforced with 425 mm dia 250 mm bars ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഒരു ക്വസ്റ്റൻ. ഇതൊരു കുറച്ച് ലാർജ് ക്വസ്റ്റൻ ആണ്. നിങ്ങൾ എക്സാമിന് ഇത് അറ്റംപ്റ്റ് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ ഒരുപാട് കാൽക്കുലേഷൻ, ക്വസ്റ്റ്യൻ വളരെ സിമ്പിളാണ് പക്ഷേ ഒരുപാട് കാൽക്കുലേഷൻസ് വരും. അതുകൊണ്ട് ഏറ്റവും ലാസ്റ്റിൽ ഇത് അറ്റംപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. കാരണം ഒരുപാട് സമയം പോകും. നിങ്ങൾ കാൽക്കുലേഷനിൽ ഭയങ്കര ആയിട്ട് ഫെമിലിയർ അല്ല എന്നുണ്ടെങ്കിൽ ഒരുപാട് ടൈം പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ 4 ക്വസ്റ്റ്യൻ്റെ കുറച്ചൊരു എക്സ്പ്ലനേഷൻ കാര്യങ്ങളും കൂടി നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് വൺ വന്നിട്ട് പാർഷ്യൽ സേഫ്റ്റി ഫാക്ടറിൻ്റെ കേസാണ്. പാർഷ്യൽ സേഫ്റ്റി ഫാക്ടറിൻ്റെ കേസ് നമുക്ക് ഓൾറെഡി അറിയാവുന്നത് കൊളാപ്സിൻ്റെ കേസിൽ അറിയാം. കോൺക്രീറ്റ് ആകുമ്പോൾ 1.5, സ്റ്റീൽ ആകുമ്പോൾ 1.151. ഡിഫ്ലക്ഷൻ്റെ കേസ്, അതായത് സർവീസബിലിറ്റി കണ്ടീഷൻ വരുമ്പോൾ മെയിനായിട്ട് നമ്മൾ നോക്കുന്നത് ഡിഫ്ലക്ഷൻ്റെ കേസാണ്. ഡിഫ്ലക്ഷൻ്റെ കേസ് വരുമ്പോൾ ഇറ്റ് ഈസ് 1 ഫോർ സ്റ്റീൽ ആൻഡ് കോൺക്രീറ്റ്, അതായത് അതിൻ്റെ FCK എത്രയാണ് ആ ഒരു വാല്യൂ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ഡിഫ്ലക്ഷൻ നോക്കുന്നത്. നെക്സ്റ്റ് ലാപ്പ് സ്പ്ലൈസസിൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ ലാപ്പ് സ്പ്ലൈസസ് വരുമ്പോൾ വരാൻ സാധ്യതയുള്ള 2 ക്വസ്റ്റ്യൻസ് ആണ്. ടെൻഷൻ വരുമ്പോൾ അതുപോലെ കംപ്രഷൻ വരുമ്പോൾ എത്രയാണ് ലാപ്പ് സ്പ്ലൈസസ് അല്ലെങ്കിൽ ലാപ്പ് ലെങ്ത് കൊടുക്കേണ്ടത്. ഫസ്റ്റ് നമുക്ക് ലാപ്പ് ലെങ്ത് ഇൻ ടെൻഷൻ നോക്കാം. അതായത് 2 റീഇൻഫോഴ്സിങ് ബാർസ് ഇതുപോലെ ഉണ്ട്. ഇവരിൽ ടെൻഷൻ ഫോഴ്സ് ആണ് ആക്ട് ചെയ്യുന്നത്. ഇതുപോലെ ഡയറക്റ്റ് ടെൻഷൻ ആവാം, അല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ബെൻഡിങ് ടെൻഷൻ ആവാം. അപ്പോൾ ബെൻഡിങ് ടെൻഷൻ ആവാം. ഈ 2 കേസിൽ വരുമ്പോഴേക്കും എത്രയാണ് ലാപ്പ് കൊടുക്കേണ്ടതെന്നാണ്. ദ ലാപ്പ് ലെങ്ത് ഇൻക്ലൂഡിംഗ് ദ ആങ്കറേജ് വാല്യൂ ഓഫ് ദ ഹൂക്സ് ഇൻ ദ ഫ്ലെക്ഷറൽ ടെൻഷൻ ഷാൽ ബി LD, ദാറ്റ് ഈസ് ദ ഡെവലപ്മെൻറ്റ് ലെങ്ത്, അല്ലെങ്കിൽ 30 times ദാറ്റ് ഓഫ് ദ 5 വിച്ച് എവർ ഈസ് ഗ്രേറ്റർ. ഡയറക്റ്റ് ടെൻഷൻ ഇതിപ്പോൾ ബെൻഡിങ് ടെൻഷൻ ആണ് അല്ലെങ്കിൽ ഫ്ലെക്ഷറൽ ടെൻഷൻ്റെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ഡയറക്റ്റ് ടെൻഷൻ ആണെന്നുണ്ടെങ്കിൽ 2 times ദാറ്റ് ഓഫ് ദി ഡെവലപ്മെൻറ്റ് ലെങ്ത്, അല്ലെങ്കിൽ 30 times ദാറ്റ് ഓഫ് ദി ഡയമീറ്റർ. ഇതിൽ ഏതാണ് കൂടുതൽ അതാണ് യൂസ് ചെയ്യേണ്ടത്. ഇനി കംപ്രഷൻ്റെ കേസിൽ വരുമ്പോൾ ഇറ്റ് ഈസ് ഷുഡ് നോട്ട് ബി ലെസ് ദാൻ 24 times ദാറ്റ് ഓഫ് ദി ഡയമീറ്റർ. കംപ്രഷൻ ആകുമ്പോഴേക്കും നമുക്കറിയാം ടെൻഷൻ ആകുമ്പോഴാണ് കുറച്ചും കൂടി പെട്ടെന്ന് വിട്ടു പോകാനുള്ള ചാൻസ് ഉള്ളത്. കംപ്രഷൻ ആകുമ്പോൾ അതിനേക്കാളും കുറച്ച് ലെങ്ത് മതിയാവും. ദാറ്റ് ഈസ് 24 times ദാറ്റ് ഓഫ് ദ ഡയമീറ്റർ ഓഫ് ദി ബസ്. അപ്പോൾ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, അതായത് ലാസ്റ്റ് പ്രോബ്ലം നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു. ദാറ്റ് ഈസ് എ മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഒരു പ്രോബ്ലം ആയിരുന്നു. അപ്പോൾ 4 റീഇൻഫോഴ്സിങ് ബാർ തന്നിട്ടുണ്ട്. 300 mm ആണ് ഇതിൻ്റെ ബ്രെഡ്ത്ത്. എഫക്റ്റീവ് ഡെപ്ത് എന്ന് പറയുന്നത് 550 mm. 4 25 mm ഡയമീറ്റർ ഉള്ള
റീൻഫോഴ്സിങ് ബാർ തന്നിട്ടുണ്ട്. FE വന്നിട്ട് 250 ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഇത് ഓവർ റീൻഫോഴ്സ്ഡ് ആണോ അണ്ടർ റീൻഫോഴ്സ്ഡ് ആണോ, അതനുസരിച്ചിട്ട് വേണം നമുക്ക് മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ. ഇപ്പോൾ ഓവർ റീൻഫോഴ്സ്ഡ് ആണെന്നുണ്ടെങ്കിൽ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് XU ലിമിറ്റ് ആണ്. XU ലിമിറ്റ് എന്ന് പറയുന്നത് ഇത് 0.531 ഓഫ് എഫക്റ്റീവ് ഡെപ്ത് D ആണ്. ദാറ്റ് ഈസ് നമുക്ക് കിട്ടുന്നത് 531 ഓഫ് എഫക്റ്റീവ് ഡെപ്ത് ആണ് നമുക്ക് കിട്ടുന്നത്. 292.05 ആണ് കിട്ടുന്നത്. XU കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ XU ഇസ് ഈക്വൽ ടു നേരത്തെ ഒരു ക്വസ്റ്റനിൽ പറഞ്ഞാണ് 0.87 FYAST ഡിവൈഡഡ് ബൈ 0.36 FCKB ആണ് വരുന്നത്. ഇത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 197.71 ആണ്. ഇതാണ് നമുക്ക് കിട്ടുന്ന ആൻസർ. ഓക്കെ, ഇനി മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ വേണ്ടി വി ക്യാൻ യൂസ് ദിസ് ഇക്വേഷൻ 0.87. ഈ ഇക്വേഷൻ എല്ലാം ഒന്ന് പഠിച്ചു വെച്ചിരിക്കുക. 0.87 FYAST ഇൻറ്റു D മൈനസ് 0.42 XU ആണ്. ഓക്കെ, ഇത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 199.42 കിലോ ന്യൂട്ടൺ മീറ്റർ എന്നാണ്. അപ്പോൾ ഓപ്ഷൻ അനുസരിച്ച് ഇറ്റ് ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 200 കിലോ ന്യൂട്ടൺ മീറ്റർ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. താങ്ക് യു.